ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന സുപ്രധാനമായ ഒരു നയതന്ത്ര യുദ്ധത്തിനാണ് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. ലോകത്തെ ഏക സൂപ്പർ പവർ എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയും പശ്ചിമേഷ്യയിലെ കരുത്തരായ ഇറാനും തമ്മിൽ നടന്ന 21 മണിക്കൂർ നീണ്ട ചർച്ചകൾ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നപരിഹാരമായിരുന്നില്ല, മറിച്ച് ആഗോളക്രമത്തിന്റെ പുതിയ ദിശാസൂചികയായിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇസ്ലാമാബാദിൽ എത്തിയത് കൃത്യമായ പദ്ധതികളോടെയായിരുന്നു. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത ഇറാൻ നിലപാടുകൾക്ക് മുന്നിൽ അമേരിക്കയുടെ ചാണക്യതന്ത്രങ്ങൾ പാളുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളായി സംഘർഷഭരിതമാണ്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങളും ഇറാന്റെ ആണവ പരീക്ഷണങ്ങളും ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ ബാധിക്കുന്ന ഘട്ടത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിന്റെ മധ്യസ്ഥതയിൽ ഇത്തരമൊരു ചർച്ചയ്ക്ക് കളമൊരുങ്ങിയത്. ഏപ്രിൽ 11 ആരംഭിച്ച ഈ മാരത്തൺ ചർച്ചകൾ പിറ്റേന്ന് പുലർച്ചെ വരെ നീണ്ടുനിന്നു. ഒരു വശത്ത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും സംഘവും, മറുവശത്ത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധികളും. ചർച്ചകൾ നടന്ന ഓരോ നിമിഷവും ലോകരാജ്യങ്ങൾ മുൾമുനയിലായിരുന്നു. കാരണം ഈ ചർച്ചയുടെ ഫലം ലോകത്തിലെ ഇന്ധന വിലയെയും സുരക്ഷാ സാഹചര്യങ്ങളെയും നേരിട്ട് ബാധിക്കുമായിരുന്നു. അമേരിക്ക തങ്ങളുടെ അവസാനത്തെയും മികച്ചതുമായ ഓഫർ മുന്നോട്ട് വെച്ചു എന്ന് അവകാശപ്പെട്ടെങ്കിലും അത് ഇറാന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് ഇറാൻ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞു. അമേരിക്കൻ പ്രതിനിധി സംഘം മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം ഇറാന്റെ ആണവ മോഹങ്ങളെ എന്നേക്കുമായി തളയ്ക്കുക എന്നതായിരുന്നു. ഇറാന്റെ ആണവ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ നിന്നും അവരെ ദീർഘകാലത്തേക്ക് വിലക്കുക, അന്താരാഷ്ട്ര പരിശോധനകൾ കർശനമാക്കുക തുടങ്ങിയ നിബന്ധനകൾ വാൻസ് അവതരിപ്പിച്ചു. പകരമായി ഇറാനുമേലുള്ള ചില സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകാമെന്ന വാഗ്ദാനവും അമേരിക്ക നൽകി. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ ഇറാന്റെ കണ്ണിൽ വിഷം പൊതിഞ്ഞ മിഠായികൾ മാത്രമായിരുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഇറാന്റെ സൈനിക പ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുന്നതിനും സാങ്കേതികമായി അവരെ പിന്നോട്ട് വലിക്കുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാനുള്ള പഴുതുകൾ അമേരിക്കൻ കരാറിൽ ഉണ്ടായിരുന്നുവെന്നത് ഗാലിബാഫിനെ ചൊടിപ്പിച്ചു. അമേരിക്കയുടെ ഈ പിടിവാശി ചർച്ചകൾ പരാജയപ്പെടുന്നതിലേക്ക് നയിച്ച പ്രധാന ഘടകമാണ്. മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘം അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെയാണ് ചർച്ചയെ നേരിട്ടത്. അമേരിക്കയുടെ കടുത്ത നിബന്ധനകളെ വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് ലഘൂകരിച്ചതിലൂടെ അമേരിക്കൻ മേധാവിത്വത്തെ ഇറാൻ പരസ്യമായി വെല്ലുവിളിച്ചു. ഇറാന്റെ പ്രധാന വാദങ്ങൾ ഇവയായിരുന്നു. ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ സ്വന്തം സുരക്ഷാ ആവശ്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട്. അതിൽ മൂന്നാമതൊരു ശക്തിക്ക് ഇടപെടാൻ അനുവാദമില്ല. ആണവ സാങ്കേതികവിദ്യ സമാധാനപരമായ ആവശ്യങ്ങൾക്കും ഊർജ്ജ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഇതിനെ തടയാനുള്ള നീക്കം തങ്ങളുടെ വളർച്ചയെ അടിച്ചമർത്താനാണ്. ഇറാൻ ജനതയെ ദ്രോഹിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കാതെ മരവിപ്പിച്ച സ്വത്തുക്കൾ നിരുപാധികം വിട്ടു നൽകാതെയുമുള്ള ഒരു കരാറിനും ഇറാൻ തയ്യാറല്ല. അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ ഓരോ നിബന്ധനയും കൃത്യമായ യുക്തിയോടെയും ചരിത്രപരമായ തെളിവുകളോടെയും നേരിടാൻ ഗാലിബാഫിന് സാധിച്ചു. ഇസ്ലാമാബാദിലെ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഏറ്റവും വലിയ ആശങ്ക ഉടലെടുത്തിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കിലാണ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന ഈ പാതയുടെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ്. നിലവിൽ ഈ പാത അടച്ചിട്ടിരിക്കുന്നത് ആഗോള ഇന്ധന വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം അമേരിക്കയും സഖ്യകക്ഷികളെയും വിയർപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഈ മേഖലയിൽ റോന്ത് ചുറ്റുന്നുണ്ടെങ്കിലും തന്ത്രപരമായ മേധാവിത്വം തങ്ങൾക്കാണെന്ന് ഇറാൻ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നു. യുദ്ധത്തിലൂടെയല്ല, മറിച്ച് നയതന്ത്രപരമായ സമ്മർദ്ദത്തിലൂടെ അമേരിക്കയെ മുട്ടുകുത്തിക്കുക എന്ന തന്ത്രമാണ് ഇറാൻ ഇവിടെ പയറ്റുന്നത്. ഈ ചർച്ചകൾക്ക് വേദിയൊരുക്കിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിന്റെ നീക്കം ഏറെ ശ്രദ്ധേയമായിരുന്നു. മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിനൊപ്പം തന്നെ ഇറാനുമായി നല്ല ബന്ധം പുലർത്താനും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ കടുംപിടുത്തം പാകിസ്ഥാന്റെ ശ്രമങ്ങളെ കൂടിയാണ് തകിടം മറിച്ചത്. ചർച്ചകൾ പരാജയപ്പെട്ടത് പാകിസ്ഥാന്റെ നയതന്ത്ര ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണെങ്കിലും ഇറാനുമായി കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമായി ഇതിനെ അവർ കാണുന്നുണ്ടാകാം. ചർച്ചയ്ക്ക് ശേഷം JD വാൻസ് നടത്തിയ പ്രസ്താവനകളിൽ നിരാശ പ്രകടമായിരുന്നു. ഒരു കരാറിലും എത്തിയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സന്ദേശം അമേരിക്കയുടെ സ്വാധീനം കുറയുന്നു എന്നതാണ്. ലോകത്തെ ഏത് രാജ്യത്തെയും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാമെന്ന അമേരിക്കയുടെ പഴയ കാലം അവസാനിച്ചുവെന്ന് ഈ ചർച്ചകൾ അടിവരയിടുന്നു. അമേരിക്കയുടെ സമ്മർദ്ദ നയം ഇറാനുമേൽ ഫലിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് ഇറാനെ കൂടുതൽ കരുത്തരാക്കുകയും ചെയ്യുന്നു. ആയുധങ്ങൾ കൊണ്ടോ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടോ ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ വിലയ്ക്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് ഇറാൻ തെളിയിച്ചു. ഇസ്ലാമാബാദിലെ ഈ 21 മണിക്കൂർ വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നതിനാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനുള്ള സാധ്യതയുമുണ്ട്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളെ ബാധിക്കും. അമേരിക്കയുടെ ശത്രുപക്ഷത്തുള്ള രാജ്യങ്ങളുമായി ഇറാൻ കൂടുതൽ അടുത്തേക്കാം.
ഇത് പശ്ചിമേഷ്യയിൽ പുതിയ സൈനിക നയതന്ത്ര സഖ്യങ്ങൾക്ക് വഴിമാറും. ഇറാന്റെ ആണവ പരീക്ഷണങ്ങളും നിർണായകമാണ്. അമേരിക്കയുമായുള്ള ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയുമായി കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. നയതന്ത്ര രംഗത്ത് അമേരിക്ക നേരിട്ട തിരിച്ചടി അവരുടെ ആഗോള നേതൃത്വത്തിന് വലിയ പോറലേൽപ്പിച്ചു. ഇസ്ലാമാബാദിൽ 21 മണിക്കൂർ ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തുക അമേരിക്കയുടെ നയതന്ത്ര പരാജയമായും ഇറാന്റെ രാഷ്ട്രീയ വിജയവുമായിരിക്കും. വെറും ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു ജനതയുടെ പോരാട്ട വീര്യമാണ് ഇസ്ലാമാബാദിൽ കണ്ടത്. ഒരു കരാറിലും എത്തിയില്ല എന്ന വാൻസിന്റെ വാക്കുകൾ ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളുടെ സാക്ഷ്യപത്രമാണ്. നയതന്ത്ര ലോകത്തെ മുൾമുനയിൽ നിർത്തിയ നിമിഷങ്ങൾ അവസാനിച്ചിരിക്കാം. പക്ഷേ അതിന്റെ പ്രതിഫലനങ്ങൾ ഹോർമുസ് കടലിടുക്കിലെ തിരമാലകൾ പോലെ ആഗോള രാഷ്ട്രീയത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കും. ലോകം ഇനി ഉറ്റുനോക്കുന്നത് ഇറാന്റെ അടുത്ത നീക്കത്തിലേക്കും അമേരിക്ക എങ്ങനെ ഇതിനോട് പ്രതികരിക്കും എന്നതിലേക്കുമാണ്. ആത്യന്തികമായി ഈ ചർച്ചകൾ തെളിയിക്കുന്നത് പുതിയ ലോകക്രമത്തിൽ ആജ്ഞാപിക്കുന്നവരെക്കാൾ ആത്മവിശ്വാസത്തോടെ പ്രതിരോധിക്കുന്നവർക്കാണ് സ്ഥാനമെന്നാണ്.